ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മലയാളം അതിന്റെ മാതൃകാ ചോദ്യം കേട്ടോ. കേരള പാഠാവലിയിൽ ഇപ്പൊ പുതിയ ബുക്കൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിന്റെ മാതൃകാ ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താന്ന് നമുക്ക് നോക്കാം. കേരള പാഠാവലിയാണ്. അപ്പൊ നിർദ്ദേശം എന്താ, 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ് കേട്ടോ. ആ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. 6 പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായി ചെയ്യണം. ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങൾ 4 ഉത്തരം എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ടാവും. അത് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ദെൻ പ്രവർത്തനം 1 എന്താണ്, വായിക്കാം എഴുതാന്നാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് എന്താണ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സമ്മാനാണ് അല്ലെ ഹെഡിങ്. ആരാ എഴുതിയത്? ഓ ഹെൻറി അല്ലെ. അപ്പൊ സമ്മാനം എന്താ നോക്കാം. ഡിസംബറിലെ മഞ്ഞ് പെയ്യുന്ന ഒരു ദിവസമായിരുന്നു അത്. നാളെയാണ് ക്രിസ്മസ്. പടക്കം പൊട്ടിച്ചും കളികളിൽ ഏർപ്പെട്ടും കുട്ടികൾ ആ തെരുവിനെ ശബ്ദ മുഖരിതമാക്കി. എല്ലാ വീടുകൾക്കും മുമ്പിലും നക്ഷത്ര വിളക്കുകൾ തൂക്കിയിട്ടുണ്ടായിരുന്നു. ശാന്തിദൂതനായ ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ ആ തെരുവിലെ വീടുകളെല്ലാം ആഹ്ലാദപൂർവ്വം തയ്യാറെടുക്കുകയായിരുന്നു. ഒരു വീടൊഴികെ ജിമ്മിന്റെയും ഡെല്ലയുടെയും വീടായിരുന്നു അത്. ഒരു ദരിദ്ര ഭവനം. വളരെ ബുദ്ധിമുട്ടിയാണ് ജിമ്മും ഡെല്ലയും ജീവിതം മുന്നോട്ട് നീക്കിയിരുന്നത്. എങ്കിലും ഡെല്ല ചെലവ് ചുരുക്കി മിച്ചം വരുന്ന നാണയത്തുട്ടുകൾ ഒരു കുടുക്കയിൽ ഇട്ടുവെക്കുമായിരുന്നു. ഉറുമ്പുകൾ അരിമണി കൂട്ടി വെക്കും പോലെയായിരുന്നു അത്. കുടുക്കയിലെ പണം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ജിമ്മിന് ക്രിസ്മസ് സമ്മാനം വാങ്ങണമെന്നതായിരുന്നു ഡെല്ലയുടെ ആഗ്രഹം. ജിമ്മിന് ക്രിസ്മസ് സമ്മാനം വാങ്ങാൻ അവൾ ആ കുടുക്ക പൊട്ടിച്ചു. പക്ഷേ സമ്മാനം വാങ്ങാനുള്ള പണം അതിൽ ഇല്ലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഓ ഹെൻറിയിൽ ഏതാണ് എഴുതിയിരിക്കുന്നത്, ഏതാണ് എന്താണ് ആ പാരഗ്രാഫിലെ. അപ്പൊ ഇത് നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഏത് ആഘോഷത്തെ കുറിച്ചാണ് കഥയിൽ പറയുന്നത്? ഏത് ആഘോഷത്തെ കുറിച്ചാണ്? വിഷു, ഓണം, ക്രിസ്മസ്. എന്താണ്? ക്രിസ്മസ് ആണ് അല്ലെ. അതാ കണ്ട, നാളെയാണ് ക്രിസ്മസ്. അപ്പൊ ക്രിസ്മസ് ആണ് നമ്മൾ ആൻസർ കേട്ടോ. ഇനി ഡെല്ലയുടെ ആഗ്രഹം എന്തായിരുന്നു? വീട് വെക്കണമെന്ന, ജിമ്മിന് ക്രിസ്മസ് സമ്മാനം വാങ്ങണമെന്ന, അടുത്തുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണമെന്ന. ജിമ്മിന് ക്രിസ്മസ് സമ്മാനം വാങ്ങണം എന്നായിരുന്നു ആഗ്രഹം അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 3 ഡെല്ലയുടെ കണ്ണ് നിറയാനുള്ള കാരണം എന്താണ്? ധാരാളം പണം കിട്ടിയത് കൊണ്ടാണോ? സമ്മാനം വാങ്ങാൻ പണം തികയാത്തത് കൊണ്ടാണോ? അതിഥികൾ വരാത്തത് കൊണ്ടാണോ? സമ്മാനം വാങ്ങാൻ പണം തികയാത്തത് കൊണ്ടാണ് അല്ലെ. നെക്സ്റ്റ്, ജിമ്മിന്റെയും ഡെല്ലയുടെയും ജീവിത സാഹചര്യം എങ്ങനെയുള്ളതായിരുന്നു? ആഡംബരം നിറഞ്ഞത്, ദാരിദ്ര്യം നിറഞ്ഞത്, സന്തോഷം നിറഞ്ഞത്. ഏതാണ്? ദാരിദ്ര്യം നിറഞ്ഞതാണ് അല്ലെ. അപ്പൊ അത് എഴുതുക. മഞ്ഞ് എന്ന പദത്തിന് പകരം പദം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മഞ്ഞുള്ളത് ഏതാണ്? ദിനാണ്, ഹിമാണോ, നിരതാണോ? ഏതാണ് മഞ്ഞിനുള്ളത്? ഹിമം അല്ലെ. ഹിമം മഞ്ഞ് അല്ലെ. മഞ്ഞിന്റെ അർത്ഥം വരുന്നത് എന്താണ്? ഹിമാണ് അല്ലെ. ദെൻ അടുത്ത് പ്രവർത്തനം 2 താരതമ്യ കുറിപ്പ് തയ്യാറാക്കുക. അമ്മ ഒരു നിലവിളക്ക് പോലെ തിരിലെപ്പോഴും തെളിയുന്നൊരോർമ്മയാണമ്മ. ഒരു കണിക്കൊന്ന പോൽ ഓർമ്മതൻ ചില്ലയിൽ പുഞ്ചിരി പൊയ്ക്കുകയാണമ്മ. നന്മയുടെ പാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച ഗുരുനാഥയാണെനിക്കമ്മ. കുസൃതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ. പാദങ്ങളിടറാതെ ഇരുൾ വഴികൾ പിന്നിടാൻ വഴിവിളക്കാണെന്നും അമ്മ. ജീവിതപാതയിൽ വെയിലേറ്റ് വാടവേ സ്വാന്തന തണലന്റെ അമ്മ അല്ലെ. അരുൺ KP എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നോക്കൂ, ക്വസ്റ്റ്യൻ എന്താണ്? മുകളിൽ കൊടുത്ത അമ്മ എന്ന കവിതയും പൊൻകുന്നം വർക്കിയുടെ എന്റെ അമ്മ എന്ന പാഠഭാഗവും താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താക്കുക, ഇത് വായിച്ചിട്ട് ഇതിന്റെ പൊരുളുകളൊക്കെ മനസ്സിലാക്കുക, അർത്ഥവും അതിൻ്റെതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ എന്താണ്, നിങ്ങൾ പഠിച്ചതാണ് എന്ത്, പൊൻകുന്നം വർക്കിയുടെ എന്റെ അമ്മ പാഠഭാഗം അല്ലെ. അത് എന്താണ്, അത് രണ്ടും കൂടി താരതമ്യം ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പൊ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ അതിൽ എന്തൊക്കെ വരണം അറിയോ? 2 രചനകളിലെയും പ്രധാന കഥാപാത്രത്തെ അതിൽ അവതരിപ്പിക്കണം. അതിലെ സംഭവങ്ങളും സ്വഭാവ സവിശേഷതകൾ എന്നിവയൊക്കെ എന്താണ് താരതമ്യം ചെയ്യണം നിങ്ങൾ. പിന്നെ സ്വന്തം കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും യുക്തിപൂർവ്വം അവതരിപ്പിക്കുകയും വേണം. വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതുകയും ചെയ്യണം കേട്ടോ. ഒരു സ്നേഹം നിറഞ്ഞ ഭാവത്തിലൊക്കെ നല്ല ഇതിലെന്താക്കുക, അത് എഴുതുക കേട്ടോ. അപ്പം എന്താണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഈ ഇതിലൊക്കെ നിങ്ങൾ രണ്ടും കമ്പയർ ചെയ്ത് രണ്ടും താരതമ്യം ചെയ്തിട്ട് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ വെച്ച് നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ. B എന്റെ മാതാവിൽ നിന്ന് പോലും ലാളനയുടെ ഭാവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അടിവരയിട്ട പദത്തിന്റെ പകരപദം കണ്ടെത്താനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം?
എന്താ ഇതിന്റെ അർത്ഥം? അത് എന്താ, സ്നേഹം നിറഞ്ഞ ഭാവമാണ് കേട്ടോ. എന്താണ്? സ്നേഹം നിറഞ്ഞ ഭാവം. നെക്സ്റ്റ് പ്രവർത്തനം 3 കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഡാലി അമ്മൂമ്മ. ജീവിത സാഹചര്യം, രൂപം, സ്വഭാവം, സഹജീവി സ്നേഹം, പ്രകൃതി സ്നേഹം, ജീവിത കാഴ്ചപ്പാട്. അപ്പൊ ഡാലി അമ്മൂമ്മയുടെ പുഴ എന്ന കഥ ഓർക്കുന്നില്ലേ? ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഡാലി അമ്മൂമ്മയെ കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. മുകളിൽ കൊടുത്ത സൂചനകൾ ഉപയോഗിച്ചിട്ട് എന്താണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ പരമാവധി അതിലെ സവിശേഷതകൾ, മാതൃസ്നേഹം പ്രതിഫലിക്കുന്ന സന്ദർഭങ്ങൾ അനുയോജ്യമായി ഉൾപ്പെടുത്തുകയും തലക്കെട്ട്, സ്വന്തം നിരീക്ഷണം, അതൊക്കെ എന്താണ് നിങ്ങൾ വെച്ച് എഴുതുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, നോക്കൂ. അതിൽ ബി എന്താ? പാവം തള്ളയില്ല പിള്ള. ഡാലി അമ്മൂമ്മയെ ആരെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? ഡാലി അമ്മൂമ്മ ആരെ കുറിച്ച് എങ്ങനെ പറയുന്നത്? കളക്ടറെ കുറിച്ച്. പെരുമ്പാമ്പിൻ കുഞ്ഞിനെ പുഴയാണ്. പെരുമ്പാമ്പിൻ കുഞ്ഞിനെ കുറിച്ചിട്ടാണ് ഡാലി അമ്മൂമ്മ പറയുന്നത് അല്ലെ. നെക്സ്റ്റ് പ്രവർത്തനം 4 ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ബന്ധുവായ രോഗിയെ കാണാൻ അച്ഛനും അമ്മയും പോയ തക്കം നോക്കി ലച്ചുവും അനുജൻ ലാലുവും പട്ടം പറത്താനായി പുറത്തേക്കിറങ്ങി. കളിക്കിടയിൽ ഉയർന്നു പറന്ന പട്ടം നൂൽ പൊട്ടി ലച്ചുവിന്റെ കാഴ്ചയിൽ നിന്നും മാഞ്ഞു. പാവം പട്ടം. അവൾക്ക് സങ്കടമായി. കൂട്ടിനാരുമില്ലാത്ത ആകാശത്ത് ഒറ്റയ്ക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മയുടെ വിളി കേട്ട് അവൾ വീട്ടിലേക്ക് തിരികെ വന്നു. പക്ഷെ പട്ടത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവളുടെ മനസ്സിൽ നിന്നും വിട്ടുപോയില്ല. മേശവലിപ്പ് തുറന്ന് ലച്ചു തന്റെ ഡയറി എടുത്തു. എന്താണ് ചോദ്യം? പട്ടത്തെക്കുറിച്ചുള്ള എന്തൊക്കെ ചിന്തകളാവും ലച്ചു ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? അതാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അതിപ്പോൾ എന്താ, ഡയറി കുറിപ്പ് എഴുതുമ്പോൾ അതിൻ്റെതായുള്ള ഘടനകളൊക്കെ ഉണ്ടല്ലേ, ആ ഘടനകളൊക്കെ പാലിച്ച് നിങ്ങൾ എഴുതണം. പിന്നെന്താണ് ചെയ്യേണ്ടത് നോക്കൂ. വൈകാരികമായി എന്താണ്, മാനസികമായിട്ട് എന്താണ്, മനസ്സ് തട്ടിയിട്ട് ഉള്ള ഒരു ഇതുപോലെ എഴുതണം. നിങ്ങൾ വൈകാരികമായി ആവിഷ്കരിക്കണം. ഡയറി കുറിപ്പിൻ്റെ ഘടന പാലിക്കണം കേട്ടോ. ഓക്കെ, ദെൻ അതാ രീതിയിൽ നിങ്ങൾ എന്താക്കുക, ഡയറി എഴുതുക കേട്ടോ. ദെൻ അടുത്തത് എന്താണ്? ബി കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്ന് മീതെ പറവയായി ചേർന്ന് നിന്ന്. ആരുടെ സഹായത്താലാണ് പട്ടം പറന്നുയർന്നത്? ആരുടെ സഹായത്താലാണ്? കാറ്റിന്റെ അല്ലെ, കാറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രവർത്തനം 5 കേട്ടോ. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കൊടുത്ത കവിത വായിക്കൂ. കവിതയുടെ ആശയം, കവിത നൽകുന്ന സന്ദേശം, പദപ്രയോഗ ഭംഗി ഇവ വിശകലനം ചെയ്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. പിടിച്ചില്ല അല്ലെ. ലോറിയുണ്ട് റോഡിലൂടെ കുന്നിടിച്ചു പോണ്, ലോറിയുണ്ട് റോഡിലൂടെ പുഴ നിറച്ചു പോണ്, ലോറിയുണ്ട് റോഡിലൂടെ കാട് വെട്ടി പോണ്, നാട്ടുകാരോ റോഡിലൂടെ പിടിച്ച് പോണ് അല്ലെ. രാധാകൃഷ്ണൻ എടശ്ശേരി അല്ലെ. പിടിച്ച് ഭ്രാന്ത് പിടിച്ച് എന്നുള്ളതാണ് മീനിങ് അല്ലെ. അപ്പം എന്താണ് നിങ്ങൾ എഴുതുന്നത്? ഈ കവിത വായിച്ചിട്ട് കവിതയുടെ ആശയം, കവിത നൽകുന്ന സന്ദേശം, പദപ്രയോഗ ഭംഗി ഇവ വിശകലനം ചെയ്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. അപ്പോൾ കവിതയിലെ ആശയങ്ങൾ വ്യക്തമാക്കണം, സ്വന്തം നിരീക്ഷണം അവതരിപ്പിക്കണം, സവിശേഷ പ്രയോഗം, പദഭംഗി എന്നിവ കണ്ടെത്തണം, അനുയോജ്യമായ ഭാഷ ഉപയോഗിക്കണം, വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് എഴുതുകയും വേണം കേട്ടോ. നെക്സ്റ്റ് പ്രവർത്തനം 6 അനുഭവക്കുറിപ്പ് തയ്യാറാക്കാൻ. നനഞ്ഞൊലിച്ചുകൊണ്ടുള്ള ഓട്ടങ്ങളുടെ ഓർമ്മകളാണ് ബാല്യകാലത്തെ മഴക്കാലം. ഇടവഴികളിലൂടെ സ്കൂളിലേക്കും വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചുമുള്ള സഞ്ചാരങ്ങളിൽ കുടക്കൂട്ട് ഉണ്ടായിരുന്നില്ല. ചരിഞ്ഞു പെയ്യുന്ന മഴയിൽ കുടയില്ലായ്മയുടെ യാത്രാ ദൂരങ്ങൾ മഴ കൊണ്ട് തന്നെ ഓടി അളന്ന കാലം. അതേ തണുപ്പോടെ നനഞ്ഞൊട്ടി കുനി വിറച്ച് നിൽപ്പുണ്ട് ഇപ്പോഴും മനസ്സിന്റെ ഇറയത്ത്. ഒന്നാമത്തെ ചോദ്യം എന്തായാലും അർഷദ് ബത്തേരിയുടെ മഴ അനുഭവം നിങ്ങൾ വായിച്ചില്ലേ? മഴയുടെ എത്ര ഓർമ്മകൾ, ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഒരു മഴ അനുഭവത്തെ കുറിച്ച് നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അനുഭവം എന്താണോ അത് വെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? അനുഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതണം കേട്ടോ. പിന്നെ അനുയോജ്യമായ ഭാഷയും പിന്നെ നല്ല രീതിയിലും അക്ഷരത്തിട്ടില്ലാതെയൊക്കെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? വെള്ളിത്തൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പെയ്യുന്നു. മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് കവി പറയുന്നത്? തുള്ളിക്കുടം എന്ന പോലെ വെള്ളരിയുടെ നേർത്ത കമ്പികൾ പോലെ കാറ്റിൽ നൃത്തം വെച്ചുകൊണ്ട്. ഇതിന് എങ്ങനെയാണ് മഴ പെയ്യുന്നത്? വെള്ളിത്തൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പെയ്യുന്നു അല്ലേ. അപ്പോൾ ഏതാണ് ഒരു ആൻസർ? വെള്ളിയുടെ നേർത്ത കമ്പികൾ പോലെ കേട്ടോ. അപ്പം ഇത്രയുള്ള ചോദ്യ പേപ്പർ. അപ്പം എന്താക്കുക, നിങ്ങൾ നന്നായി പഠിച്ചിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. അതുപോലെ അക്ഷരത്തെറ്റില്ലാതെയും കുത്തും കോമയൊക്കെ വേണ്ടടുത്തിടുക. പിന്നെ വള്ളി ചിഹ്നങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ തെറ്റിക്കാതെ എഴുതുക. ഓക്കെ, താങ്ക് യു.